ഹായ് ഓൾ, വെൽക്കം ടു ഐ എസ് ഫാക്ടർ. അപ്പോൾ നമ്മൾ സീസാറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പോൾ ഇനി നമ്മൾ എന്താ PVക്ക് നോക്കാനുണ്ട്, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ നോക്കാനുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താ? കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, മാർക്കറ്റ് പ്രൈസ്, അതുപോലെ ഡിസ്കൗണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ അതിൻ്റെ ബേസിക് ഫോർമുലാസ്, അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്, ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ നോക്കാനുണ്ട്. എന്താ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഡിസോണസ്റ്റ് ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനാണ് സെല് ചെയ്തത്, ബട്ട് യൂസിങ് എ ഫോൾസ് വെയ്റ്റ് ആൻഡ് ദസ് ഗെയിൻ 20%. സോ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഗ്രെയിൻസ് ഡസ് ഹി ഗീവ് ഫോർ എ കിലോ? അപ്പോൾ ആക്ച്വലി ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇയാൾ സെല് ചെയ്ത് എത്രയാണ്? കോസ്റ്റ് പ്രൈസിനാണ് സെല് ചെയ്തത്, ബട്ട് എന്താ ഫോൾസ് വെയ്റ്റ് കാരണം 20% ഗെയിൻ കിട്ടി അയാൾക്ക്. ക്ലിയർ? അതായത് അയാൾ സെല് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നതും എന്താണ്, സെല് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നതും കോസ്റ്റ് പ്രൈസും സെയിം ആണ്. അതായത് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ആണ് ഇയാൾ ചെയ്തത്. പക്ഷേ എന്താ, ഫോൾസ് വെയ്റ്റ് കാരണം അയാൾക്ക് 25% ഗെയിൻ കിട്ടി. ഫോൾസ് വെയ്റ്റ് ആണ്, 25% ഗെയിൻ കിട്ടി. അതായത് അയാൾ ആക്ച്വലി 100 kg ആണ് സെല്ല് ചെയ്യേണ്ടതെങ്കിൽ അയാൾക്ക്, അതായത് ആക്ച്വലി കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 125 ആകുമ്പോഴാണ് അയാൾക്ക് എത്രയാണ്? 25% പ്രോഫിറ്റ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഈ 125 എന്ന് പറയുന്നതാണ്, അതായത് 125 എന്ന് പറയുന്നതാണ് 100 grams. ക്ലിയർ? ഈ 100 grams എന്താണ്? 1 kg ആണ്. പക്ഷേ അയാൾ സെല്ല് ചെയ്ത് എത്രയാണ്? ഈ 125 എന്ന് പറയുന്നതാണ് 100 grams. പക്ഷേ സെല്ല് ചെയ്തത് എത്രയാണ്? 100 മാത്രമാണ്. സോ 125 എന്ന് പറയുന്നത് 100 grams ആണ്. അപ്പോൾ 100 എന്ന് പറയുന്നത് എത്രയാണ്? 100 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? 1000 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100. ക്ലിയർ? സോ ഇതും കട്ട് ചെയ്താൽ 4, 5. സോ ഇതും കട്ട് ചെയ്താൽ 2. സോ 800 grams ആണ് അയാൾ സെല്ല് ചെയ്തത്. ക്ലിയർ ആയോ? അതായത് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഇയാൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും സെയിം ആണ്, പക്ഷേ ഇയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടായി. എങ്ങനെയാണ്? ഫോൾസ് വെയ്റ്റ് കാരണമാണ് പ്രോഫിറ്റ് ഉണ്ടായത്. സോ അയാൾ എത്ര kg ആണ് സെല്ല് ചെയ്തത്? ആക്ച്വലി സെല്ല് ചെയ്യേണ്ടത് 100 grams ആണ്, 1000 grams ആണ്. 1000 grams ആണ് സെല്ല് ചെയ്യേണ്ടത്. പക്ഷേ ആക്ച്വലായിട്ട് അയാൾ എത്ര സെല്ല് ചെയ്താൽ അയാൾക്ക് പ്രോഫിറ്റ് 25% ഉണ്ടാവും. സോ അത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ പെർസെൻറ്റേജിൻ്റെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, എന്താ പെർസെൻറ്റേജ് 100% ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതായത് ഒരു ക്വാണ്ടിറ്റി 100% ഉണ്ടെങ്കിൽ അവിടെ 25% പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? 125 എന്നതിന് സെല്ല് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇവിടെ 125ന് സെല്ല് ചെയ്യണം. ഈ 125 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 1000 ആണ്. നമ്മൾ KGൻ്റെ ഇതെടുക്കുമ്പോൾ 125 എന്ന് പറയുന്നത് നമ്മൾ 1000 ആയിട്ട് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 100 എത്രയായിരിക്കും? അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 800 എന്ന് പറയുന്നത്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പോൾ ആൻസർ എന്താ? 800. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ്, എ റീറ്റെയിലർ ബൈ എ ബാഗ് കണ്ടെയ്നിങ് 54 kg ഓറഞ്ച്. 54 kg ഓറഞ്ച് ആണ്. അറ്റ് എത്രയാണ്? 25 per kg ആണ്. ക്ലിയർ? ലേറ്റർ അപ്പോൺ സോർട്ടിങ് ഹി ഫൈൻഡ് ദാറ്റ് 4 kg ഓറഞ്ച് ആർ റോട്ടൺ. ഹി ത്രോസ് ദം ആൻഡ് സെൽ ദ റിമൈനിങ് വൺസ് അറ്റ് എത്രയാണ്? ₹36 per kg. ഫൈൻഡ് ദ പ്രോഫിറ്റ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടോട്ടൽ 54 kg ആണ് ഓറഞ്ച് ഉണ്ടായത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്താണ്? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 54 kg ആണ്. 1 kgക്ക് 24 ആണ്. സോ ഇൻറ്റു 24 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1350 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇതാണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ എന്താ, 4 kg എന്താ മോശമായിപ്പോയി. 4 kg മോശമായിപ്പോയി. സോ റിമൈനിങ് പാർട്ട് എത്രയാണ്? റിമൈനിങ് ഉള്ളത് 50 kg മാത്രമാണ്. 4 kg എന്തായാലും അയാൾ മോശമായതുകൊണ്ട് കളഞ്ഞു. ബാക്കി 50 kg മാത്രമാണ് റിമൈനിങ് ഉള്ളത്. അത് സെല്ല് ചെയ്തത് 36-നാണ്. സോ ഇവിടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ആണ് പറയുന്നത്. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 50 kg 36 rupees per kg സെല്ല് ചെയ്തു. അങ്ങനെ ആണെങ്കിൽ 50 × 36 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1800 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസും ടോട്ടൽ കോസ്റ്റ് പ്രൈസും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് എന്തായിരിക്കും? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സോ ഇവിടെ എന്താണ്? 1000
800 മൈനസ് 1350. സോ ഇവിടെ എത്ര കിട്ടും? 450 ആണ് പ്രോഫിറ്റ് വരിക. സോ ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ 450 ഡിവൈഡ് ബൈ എത്രയാണ് ചെയ്യേണ്ടത്? 1800 ആണോ? അല്ല, കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. സോ 1350 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇൻറ്റു 100. ഓക്കെ, സോ ഇതും ക്യാൻസലായി. ബാക്കി എന്താണ്? നമുക്ക് 9 വെച്ച് ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 15 വെച്ച് ക്യാൻസൽ ചെയ്യാം. സോ 3 കിട്ടും. 15 ചെയ്താൽ 9 കിട്ടും. ക്ലിയർ? സോ 3. സോ 1/3 ഇൻറ്റു 100 ആണ് കിട്ടുക. ഈക്വൽ ടു എന്താ കിട്ടും? 33 1/3%. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടുക. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കിയാൽ, a salesman offer 20% additional discount after offering an initial discount of 25%. ക്ലിയർ? അപ്പോൾ ഇനിഷ്യൽ ഡിസ്കൗണ്ട് 25% ആണ്. അതിന് പുറമേ എത്രയാണ്? 20% ഡിസ്കൗണ്ട് കൊടുത്തു ഓൺ ദ ലേബിൾഡ് റേറ്റ് ഓഫ് ലാപ്ടോപ്പ്. ഇഫ് ദ ഫൈനൽ സെയിൽ പ്രൈസ് എത്രയാണ്? ലാപ്ടോപ്പ് ഈസ് 18,000. ദെൻ വാട്ട് വാസ് ഇറ്റ്സ് ലേബിൾഡ് പ്രൈസ്? സോ ലേബിൾഡ് പ്രൈസ് ആണ് ഇപ്പോൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ആക്ച്വൽ ലേബിൾഡ് പ്രൈസ് നമുക്ക് എത്രയാണെന്ന് വിചാരിക്കാം. എക്സ് ആണെങ്കിൽ, അതായത് നമ്മൾ ലേബിൾ ചെയ്ത പ്രൈസ്, അതായത് അല്ലെങ്കിൽ എന്താ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയും, അത് എക്സ് ആണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താ? സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ പ്രോബ്ലം ആണിത്. അതായത് ആദ്യം 20%, 25%, അല്ലെങ്കിൽ എന്താ ആദ്യം 25%. A salesman offer 20% additional discount after offering an initial discount എത്രയാണ്? 25%. അപ്പോൾ ആദ്യം 25% ആണ് ഡിസ്കൗണ്ട് കൊടുത്തത്, പിന്നെ വീണ്ടും 20% ഡിസ്കൗണ്ട് കൊടുത്തു. സോ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എക്സ് ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിചാരിക്കാം. അതിൻ്റെ 25% ഡിസ്കൗണ്ട്. സോ റിമൈനിങ് എത്രയാണ്? 25% ഡിസ്കൗണ്ട് കൊടുത്തു. റിമൈനിങ് 75 ആണ് ബൈ 100. ക്ലിയർ? അതിന് പുറമെ എത്രയാണ്? 20% വീണ്ടും ഡിസ്കൗണ്ട് കൊടുത്തു. സോ 20% ഡിസ്കൗണ്ട് കൊടുത്താൽ റിമൈനിങ് എത്രയാണ്? 80 ഡിവൈഡ് ബൈ 100. ക്ലിയർ? ഇതെന്ന് പറയുന്നതാണ് അതിൻ്റെ എന്താ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. സെല്ലിംഗ് പ്രൈസ് ഇതാണ്. അപ്പോൾ 18,000 ആണ് സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഇതും ക്യാൻസൽ ചെയ്യാം. ഇതും. സോ സീറോസ് ഒക്കെ ക്യാൻസലായി. റിമൈനിങ് എന്താണുള്ളത്? 18 ഉണ്ട്. സോ 8 ഉണ്ട്. സോ ഇതും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4 9. ക്ലിയർ? സോ എഗെയിൻ നമ്മൾ ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 3 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 ഉണ്ട്. സോ 2 times 5 times. ക്ലിയർ? അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 × 4 100. സോ 30 എത്രയാണ്? 30,000. ക്ലിയർ? 30,000 അല്ല കേട്ടോ, 30,000 ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ? 30,000 ആൻസർ. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 30,000 ആണ്. ആക്ച്വലി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ് ഉള്ളത്, അതായത് മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ എക്സ് എന്ന് വിചാരിച്ചു. സോ 2 ഡിസ്കൗണ്ട്. ഫസ്റ്റ് എന്താണ്? മാർക്കറ്റ് പ്രൈസ് ആകുമ്പോൾ എക്സ് ആണ്. ആ എക്സ് എന്നാണ് 2 ഡിസ്കൗണ്ട് കൊടുത്തത്. ഫസ്റ്റ് ഡിസ്കൗണ്ട് എത്രയാണ്? 25%. സോ 75% ആണ് റിമൈനിങ് ഉള്ളത്. എഗെയിൻ 20%. റിമൈനിങ് എത്രയാണ്? 80 ആണുള്ളത്. സോ 20. ക്ലിയർ? സോ ഈ 0 ഇവിടെ കട്ടാവില്ല. ക്ലിയർ? ഈ 0 എന്തായി? 0 അടുത്ത സൈഡിലേക്ക് പോകും. അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? 18,000. ക്ലിയർ? സോ ഈ 2 0 ഇങ്ങോട്ട് പോകും. അതായത് ഇതും ക്യാൻസൽ ആവും. നമ്മൾ ഒന്നുകൂടെ ക്യാൻസൽ ചെയ്യാം. ഇത് നോക്കണ്ട നിങ്ങൾ. അതായത് ഇതും ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? നമ്മൾ 25 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3 കിട്ടും. ഇവിടെ 4 കിട്ടും. ക്ലിയർ? ഇതും ക്യാൻസൽ ചെയ്യുന്നു, 2 കിട്ടും. ക്ലിയർ? സോ റിമൈനിങ് എത്രയാണ്? റിമൈനിങ് 10 ആണ്. സോ ഇതിങ്ങോട്ട് പോയി. സോ എക്സ് ഈക്വൽ ടു 1800 × 10 ഡിവൈഡ് ബൈ 6. സോ ഇതും ക്യാൻസലായി 3. സോ 30,000. ക്ലിയർ? ഇതാണ് 30,000 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ സിംഗിൾ ഡിസ്കൗണ്ട് ഇക്വലൻറ്റ് ടു ഡിസ്കൗണ്ട് സീരീസ് ഓഫ് എത്ര? 20%, 100%, 10%,
5%. അപ്പോൾ ഇത് സക്സസീവ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഡിസ്കൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ നോക്കുന്നത് ഡിസ്കൗണ്ട് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് 3 ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ അതിനുള്ള സിംഗിൾ ഡിസ്കൗണ്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് സപ്പോസ് ഇനിഷ്യൽ പ്രൈസ് 100 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡിസ്കൗണ്ട് എത്രയാണ്? 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. സോ ഈ 100ൻ്റെ 20% ഡിസ്കൗണ്ട് കൊടുത്താൽ റിമൈനിങ് എന്താണ്? 80 അല്ലേ? 80 ആണ് റിമൈനിങ്. എഗെയിൻ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 80ൻ്റെ 10%. നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചില്ലേ? എങ്ങനെയാണ് 80ൻ്റെ 10% എന്താ? നമ്മൾ ഒരു പ്ലേസുമായിട്ട് പോയിന്റ് എടുത്തു. ഒരു പ്ലേസുമായിട്ട് പോയിന്റ് ഇട്ടാൽ നമുക്ക് എന്താ? 8 ആണ് 80ൻ്റെ 10%. സോ 8 മൈനസ് ചെയ്യുന്നു. 80ന്ന് 8 മൈനസ് ചെയ്താൽ 10% ആണ് ഡിസ്കൗണ്ട് കൊടുത്തത്. സോ 80ന്ന് 8 മൈനസ് ചെയ്യുന്നു. റിമൈനിങ് എത്രയാണ്? 72. ഓക്കെ. എഗെയിൻ എത്രയാണ്? 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 5%. സോ 72 അതിൻ്റെ 5%. സോ 72ൻ്റെ 5% നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഒരു പ്ലേസുമായിട്ട് പോയിന്റ് ഇട്ടാൽ നമുക്ക് എത്രയാണ്? 10% കിട്ടും. 10% എന്ന് പറയുന്നത് 7.2 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 3.6 ആണ് 5% എന്ന് പറയാം. സോ 72ന്ന് നമ്മൾ 3.6 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 68.4 ആണെന്ന് കിട്ടും. ക്ലിയർ? സോ ഇനിഷ്യലി എത്രയാണ് ഉണ്ടായത്? ഇനിഷ്യലി 100, ഇപ്പോൾ 68.4. സോ എത്രയാണ് ശരിക്കും ആക്ച്വലായി ഡിസ്കൗണ്ട് കൊടുത്തത്? അതായത് 100ന്ന് എത്ര ഡിസ്കൗണ്ട് കൊടുത്തു? 31.6% ആണ് ടോട്ടൽ ഡിസ്കൗണ്ട് കൊടുത്തത്. നമ്മളിവിടെ 100 യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 100ന്ന് 64 ആകുമ്പോൾ നമുക്കറിയാം എന്താണ്? 31.6% ആണ്. നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മളിവിടെ 100 എടുത്തത്. ക്ലിയർ? അപ്പോൾ എത്രയാണ് സിംഗിൾ ഡിസ്കൗണ്ട് പറഞ്ഞാൽ? എത്രയാണ്? 31.6 ആണ് സിംഗിൾ ഡിസ്കൗണ്ട്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, എ മാൻ ബൈസ് 50 kg ഓഫ് ഓയിൽ അറ്റ് 10 per kilogram ആൻഡ് അനദർ 40 kg ഓഫ് ഓയിൽ അറ്റ് 12 per kilogram മിക്സ്ഡ് ദം. ഓക്കെ. അതായത് ആദ്യം എത്രയാണുള്ളത്? 50 kg, അതിന് 10 rupees പെർ kg. നെക്സ്റ്റ് 40 kg ആണ്, അതിന് 12 rupees per kg ആണ്. സോ ഇത് രണ്ടും മിക്സ് ചെയ്തു. ദെൻ ഹീ സെൽ ദ മിക്സ്ചർ അറ്റ് ദ റേറ്റ് ഓഫ് എത്ര? 11. അതായത് മിക്സ് ചെയ്തിട്ട് 11 per kgക്കാണ് സെല് ചെയ്തത്. സോ 11 per kgക്ക് സെല് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര kg ആയിരിക്കും? 90 kg ആയിരിക്കില്ലേ? 90 kg ആയിരിക്കും ടോട്ടൽ. അതായത് 50 kg ഫസ്റ്റിലും സെക്കൻഡിലും 40 kg. സോ ടോട്ടൽ 90 kg ആണ്. അത് 11ന് സെല് ചെയ്തു. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. വാട്ട് വിൽ ബി ഹിസ് ഗെയിൻ പെർസെൻറ്റേജ് ഇഫ് ഈസ് ഏബിൾ ടു സെൽ ഹോൾ ലോട്ട്? അതായത് ഇത് ടോട്ടൽ 90 kg 11 rupeesന് സെല് ചെയ്താൽ അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്തായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് നോക്കാം. സോ കോസ്റ്റ് പ്രൈസ് നോക്കുമ്പോൾ 50 kgക്ക് 10 rupees ആണ്. സോ ടോട്ടൽ എത്രയാണ്? 500. ഇതാണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്. നെക്സ്റ്റ് 40 kgക്ക് 12 rupees ആണ്. സോ 40 × 12 എത്രയാണ്? 480. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 ആഡ് ചെയ്യുമ്പോൾ 980 ആണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് കിട്ടും. ക്ലിയർ? 980 ആണ് നമുക്ക് ഇനിഷ്യൽ ഉണ്ടായത്. അതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 90 × 11. 90 kgക്ക് 11 rupees ആണ്. അപ്പോൾ 90 × 11 ആണ്. സോ എന്താ? 990 ആണ് ഇവിടെ കിട്ടുക. 90 × 11 ഇതാണ് കോസ്റ്റ് പ്രൈസ് വരിക, സെല്ലിംഗ് പ്രൈസ് വരിക. സോ 90 × 11 990. ക്ലിയർ? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കിട്ടി, കോസ്റ്റ് പ്രൈസ് കിട്ടി. സോ പ്രോഫിറ്റ് എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സോ 990 മൈനസ് 980 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 10 ആണ് ഇവിടെ പ്രോഫിറ്റായി കിട്ടുക. പക്ഷേ ചോദിച്ചാൽ എന്താണ്? ഗെയിൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് എത്രയാണ്? 10 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് 980 × 100. ക്ലിയർ? ഇതാണ് കിട്ടുക. സോ നമുക്കിതാ ഈ 0 ക്യാൻസലായി, ബാക്കി 100 ഡിവൈഡ് ബൈ 98%. സോ ഇത് സിംപ്ലിഫൈ ചെയ്യണോ? വേണ്ട. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. 100 ഡിവൈഡ് ബൈ 98. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഷോപ്കീപ്പർ ബൈ എ റേഡിയോ ഫോർ ₹1200. What is the market price he should fix so that by gain a discount of 20% on the article he can gain 25%? സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1200 ആണ്. ക്ലിയർ? നെക്സ്റ്റ് പറയുന്നു എന്താ?
സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 25% ആയിരിക്കണം. സെല്ലിംഗ് പ്രൈസ് 25% ഗെയിനിലായിരിക്കണം. സോ കോസ്റ്റ് പ്രൈസിനേക്കാളും എന്താണ് 25% ഗെയിനിലായിരിക്കണം. ക്ലിയർ? അതിവിടെ പറയുന്നു. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 25% ഗെയിൻ. അങ്ങനെയാണെങ്കിൽ 1200ൻ്റെ 25% എത്രയായിരിക്കും? അതായത് നമ്മൾ ഈ 25% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4 ആണ്. അതായത് 25/100 ചെയ്താൽ 1/4 കിട്ടും. സോ ഒരു വാല്യൂവിൻ്റെ 25% കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക? ആ വാല്യൂവിനെ 1200നെ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 300 കിട്ടും. 300 ആണ് നമുക്ക് എന്താ ഇതിൻ്റെ 25%. സോ 1200ൻ്റെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ആണ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 25% പ്രോഫിറ്റിൽ വേണം. സോ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ 25% ആഡ് ചെയ്യുക. സോ 300 ആഡ് ചെയ്യുന്നു. സോ എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1500. ക്ലിയർ? കോസ്റ്റ് പ്രൈസ് കിട്ടി, സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഇതെന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? പക്ഷേ 20% ഡിസ്കൗണ്ട് കൊടുക്കണം. സോ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, 20% ഡിസ്കൗണ്ട് കൊടുക്കണം. നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് മാർക്കറ്റ് പ്രൈസ് ആണ്. അതായത് ഇങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1200, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1500. ഇനി മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 20% ഡിസ്കൗണ്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1500 കിട്ടും. ക്ലിയർ? അതായത് ഇവിടെ ഒരു എക്സ് എന്നുള്ള വാല്യൂ ഉണ്ട്, അതിൻ്റെ 20% ഡിസ്കൗണ്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1500 കിട്ടും. അതായത് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 100 ആണെങ്കിൽ ഇത് 125 ആയിരിക്കണം. ക്ലിയർ? ഇത് 100 ആണെങ്കിൽ ഇത് ഡിസ്കൗണ്ട് കൊടുത്തു, 20% ഡിസ്കൗണ്ട് കൊടുത്തു. സോ എന്തായിരിക്കണം? ഇത് 80 ആയിരിക്കണം. ക്ലിയർ? 100 ആണ്, അവിടുന്ന് 20% ഡിസ്കൗണ്ട് കൊടുത്താൽ ഇത് 80 ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ നമ്മൾ 80 എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ 80 എന്ന് പറയുന്നത് 80 യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് 100 ആണെങ്കിൽ 20% ഡിസ്കൗണ്ട് കൊടുത്താൽ 80 യൂണിറ്റ് ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവിടെ 80ൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? 1500. അങ്ങനെയാണെങ്കിൽ 100 എത്രയായിരിക്കണം? അത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1500 ഡിവൈഡ് ബൈ 80 ആണ്. അങ്ങനെയാണെങ്കിൽ 100 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1500 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100. ക്ലിയർ? ഇങ്ങനെയല്ല കിട്ടുക. സോ ഇതും ക്യാൻസലായി, ബാക്കി എന്താ റിമൈനിങ്? ഇത് 4 വെച്ച് ക്യാൻസൽ ചെയ്യുന്നു. സോ 2 കിട്ടും. 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 25 കിട്ടും. സോ ഇവിടെ 75. ക്ലിയർ? 75 ഇൻറ്റു 25 എത്ര കിട്ടും? ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ 5. സോ 35 10. സോ 7 കിട്ടും. 7 ബാക്കി എന്താ 7 ഇൻറ്റു 2 14, 18 കിട്ടും. ക്ലിയർ? 1875 ആണ് നമുക്ക് എന്താ കിട്ടുക? മാർക്കറ്റ് പ്രൈസ് കിട്ടുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ചെയ്തു. അതിനുശേഷം ഇതാ സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഇനി മാർക്കറ്റ് പ്രൈസ് നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്ക് എന്താ ഡിഫറൻസ് ഉള്ളത്? 20% ഡിഫറൻസ് ആണ്. അതായത് മാർക്കറ്റ് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80 ആണ്. സോ 80 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 1500 കിട്ടി. അങ്ങനെയാണെങ്കിൽ 100 യൂണിറ്റ് ആണ് മാർക്കറ്റ് പ്രൈസ്. അതെന്ന് പറയുന്നത് 1875. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A seller wants to make a profit of 25% by giving a discount of 50% to a customer on an article. If the market price of the article is 500, then find the cost price of the article. So മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്? 500. സോ അവിടുന്ന് എന്ത് ചെയ്യുന്നു? 50% ഡിസ്കൗണ്ട്. എ സെല്ലർ വാണ്ട്സ് ടു മേക്ക് പ്രോഫിറ്റ് ഓഫ് 25%. ആഫ്റ്റർ ഡിസ്കൗണ്ട് എത്രയാണ്? 50%. സോ ഇവിടുന്ന് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 50% ഡിസ്കൗണ്ട്. സോ എന്ത് കിട്ടും? ഇതിൻ്റെ 50% എത്രയാണ്? മാർക്കറ്റ് പ്രൈസിൻ്റെ 50%. സോ 250 ആണ് അവിടെ കിട്ടുക, സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കിട്ടുക. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 250 ആണ്. സോ ഇങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 25% പ്രോഫിറ്റ് കിട്ടണം. ക്ലിയർ? അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 125 ആയിരിക്കണം. അതാണ് ഇവിടെ 25% പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതാ ഈ 25 യൂണിറ്റ് എന്ന് പറയുന്നത് 250 ആണെന്ന് കിട്ടി. അതായത് ആക്ച്വലി നമ്മളിതാ ഇവിടെ
എന്താണ് നമ്മൾ അസ്യൂം ചെയ്തു 125 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര 100 ആണ്. അങ്ങനെ ആകുമ്പോൾ ആക്ച്വലായിട്ട് നമുക്ക് എത്ര കിട്ടി? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 250 ആണ്. സോ 125 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ്. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് 250 ആണ്. സോ 125 യൂണിറ്റ് എന്ന് പറയുന്നത് 250 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്താണ്? 250 ഡിവൈഡ് ബൈ 125. അങ്ങനെയാണെങ്കിൽ 100 യൂണിറ്റ് എന്താണ്? അതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 യൂണിറ്റ് എന്ന് പറയുന്നത് 250 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100. ക്ലിയർ? സോ ഇവിടെ എന്ത് കിട്ടും? 200 ആണ് കേട്ടോ. ഇതും ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും, 200. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, ബൈ സെല്ലിങ് ആൻ അംബ്രല്ല അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് 300. അപ്പം മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 300 ആണ്. ക്ലിയർ? എ ഷോപ്പ് കീപ്പർ ഗെയിൻ 20%. അപ്പോൾ ആക്ച്വലി കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഗെയിൻ 20% എന്ന് പറഞ്ഞു. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 125 യൂണിറ്റ് ആണ്. സോ ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. കോസ്റ്റ് പ്രൈസ് 100, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 20% പ്രോഫിറ്റ് ആണ്. സോ 120 ആണ് സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? അപ്പോൾ 120 ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് മനസ്സിലായി. സോ ഈ ഷോപ്പ് കീപ്പർ സെല്ലിങ് ആൻ അംബ്രല്ല ആയിട്ട് മാർക്കറ്റ് പ്രൈസ്. അപ്പം അംബ്രല്ല സെല്ല് ചെയ്യുന്നത് എത്രയാണ്? മാർക്കറ്റ് പ്രൈസിൽ തന്നെയാണ് സെല്ല് ചെയ്യുന്നത്. സോ ഇത് തന്നെയാണ് സെല്ലിംഗ് പ്രൈസ്. സോ ഇതാണ് നമുക്ക് കിട്ടിയ 120 എന്ന് പറയുന്ന യൂണിറ്റ്. ക്ലിയർ? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ 300 എന്ന് പറയുന്നത് ആണ് സെല്ലിംഗ് പ്രൈസ്. അത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്പോൾ അസ്യൂം ചെയ്ത 120 യൂണിറ്റ്. ക്ലിയർ? ഡ്യൂറിങ് എ സെയിൽ എ ഷോപ്പ് കീപ്പർ ഓഫർ ആൻഡ് അംബ്രല്ല ആയിട്ട് ഡിസ്കൗണ്ട് 10%. അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് ഓഫർ ചെയ്തു. സോ ഇപ്പോൾ എത്രയാണ്? 300. അതിൻ്റെ 10% ഡിസ്കൗണ്ട്. 10% ഡിസ്കൗണ്ട് എത്രയാണ്? 300ൻ്റെ 10% ഡിസ്കൗണ്ട് എത്രയാണ്? 30 ആണ്. സോ ഇതിൻ്റെ 10% ഡിസ്കൗണ്ട് കൊടുത്താൽ 270 അല്ലേ കിട്ടുക? 30 ഡിസ്കൗണ്ട് കൊടുത്തു, 270 ആണ് കിട്ടുക. സോ ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 270 ആണ്. ക്ലിയർ? ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് ദ ഷോപ്പ് കീപ്പർ ഡ്യൂറിങ് ദ സെയിൽ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 270 ആണ്. സോ ഇവിടുത്തെ പ്രോഫിറ്റാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? സോ ഇവിടുത്തെ പ്രോഫിറ്റ് എന്താ കിട്ടി? അതായത് ആക്ച്വലി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് 120 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 300 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്താണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. സോ 100 യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 300 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100. ക്ലിയർ? സോ ഇതും ക്യാൻസലായി. റിമൈനിങ് എന്താണ്? റിമൈനിങ് 3. സോ ഇവിടെ 4, 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. സോ 10. ഇതും 25. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 250 ആണ്. ക്ലിയർ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 250 ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 270 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് 20 ആണ്. ക്ലിയർ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 250 ആണ് ഇൻറ്റു 100. ക്ലിയർ? സോ ഇതും ക്യാൻസലായി. റിമൈനിങ് എന്താ? ഇതും ക്യാൻസൽ ചെയ്ത 4. സോ ഈക്വൽ ടു എന്താ? 8% ആണ് പ്രോഫിറ്റ് കിട്ടുക. ക്ലിയർ? 8% ആണ് പ്രോഫിറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഇനി നമ്മൾ PYQ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2022 ചോദിച്ച PYQ, ദ ഇൻക്രീസിങ് ഇൻ ദ പ്രൈസ് ഓഫ് എ സർട്ടിൻ ഐറ്റം വാസ് 25%. സോ എത്രയാണ്? 25% ആണ് ഇൻക്രീസ് ആയത്. സോ ദെൻ ദ പ്രൈസ് വാസ് ഡിക്രീസ്ഡ് ബൈ 20%. അങ്ങനെ ആകുമ്പോൾ പ്രൈസ് ഡിക്രീസ് ചെയ്തു 20%. ആൻഡ് ദെൻ സോ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ദ ഇൻക്രീസിങ് ഇൻ പ്രൈസ് ഓഫ് എ സർട്ടിൻ ഐറ്റം വാസ് 25%. ദെൻ ദ പ്രൈസ് വാസ് ഡിക്രീസ്ഡ്. ആദ്യം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ദെൻ ഡിക്രീസ് 20%. ദെൻ അഗെയിൻ ഇൻക്രീസ് 10%. വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് ഇൻക്രീസിങ് ഇൻ ദ പ്രൈസ്? സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? അതായത് നമ്മൾ ആക്ച്വലി കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 എടുക്കും. അത് എന്തുകൊണ്ടാണ് പറഞ്ഞല്ലോ. അതായത് നമ്മൾ പേഴ്സൻറ്റേജ് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ 100 എടുത്താൽ നമ്മൾ സിമ്പിളായിട്ട് പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുന്നു. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു എന്താണ്? 100 യൂണിറ്റ്. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ഇൻക്രീസ് ചെയ്തത് 25% ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് 25%. അങ്ങനെ ചെയ്താൽ എത്ര കിട്ടും? 125 ആണ് ന്യൂ വാല്യൂ കിട്ടുക. ക്ലിയർ?
എഗെയിൻ എന്ത് ചെയ്തു, എഗെയിൻ ഡിക്രീസ് 20%. സോ -20%. ക്ലിയർ. സോ 125%, 125ൻ്റെ 20% എത്രയാണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് 125ൻ്റെ 10%. ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. സോ 12.5 ആണ് 10%. അപ്പോൾ 20% എത്രയാണ്? എഗെയിൻ 12.5%. സോ എത്രയാണ്? 25 ആണ് ഇവിടെ 125ൻ്റെ 20%. സോ അത്രയും ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു. സോ 125ൻ്റെ 20% ഡിക്രീസ് ചെയ്താൽ എത്രയാണ്? 125 ഡിക്രീസ് ചെയ്തു. സോ 100 കിട്ടും. ക്ലിയർ. എഗെയിൻ ഇൻക്രീസ്ഡ് ബൈ 10%. സോ ഇതിൻ്റെ 10% ഇൻക്രീസ് ആവുന്നു. സോ എന്താ? 110. ക്ലിയർ. സോ വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ് ഇൻക്രീസിങ് ഇൻ ദ പ്രൈസ്? സോ 100 ഉണ്ടായത് 110 ആയി. സോ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? 10. അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത് എത്രയാണ്? 10 ആണ്. 100 ഉണ്ടായത് എന്താ? 110 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ 10 ആണ് ഇൻക്രീസ് ചെയ്ത് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്, അതായത് ഡിവൈഡ് ബൈ ഇനിഷ്യൽ, അതായത് ആക്ച്വലി ആദ്യം 100 ഉണ്ടായി, അത് 110 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ എത്രയാണ് ഇൻക്രീസ് ചെയ്ത്? 10 ആണ്. എത്രയിലാണ്? 100ലാണ് ഇൻക്രീസ് ചെയ്ത് ഇൻറ്റു 100. സോ 10% ആണ് ടോട്ടലായിട്ട് ഇൻക്രീസ് ചെയ്തത്. 10%. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 10% ആണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ഡിക്രീസ്ഡ് ബൈ 20%. അപ്പോൾ പ്രൈസ് 20% ഡിക്രീസ് ആവുന്നു. ദെൻ ദ ന്യൂ പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 25%. ദെൻ വാട്ട് ഈസ് ദ നെറ്റ് ചേഞ്ച് ഇൻ ദ പ്രൈസ്? സോ ആദ്യം ഡിക്രീസ് ചെയ്യുന്നു, ദെൻ ഇൻക്രീസ് ചെയ്യുന്നു. സോ നെറ്റ് ചേഞ്ച് നേരത്തെ ചോദിച്ച സെയിം അല്ലേ? ഏതാണ്ട് സെയിം ആണ് 2021 2022 ചോദിച്ച ക്വസ്റ്റ്യൻ. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഇനിഷ്യലി ഡിക്രീസ് ചെയ്യുന്നു 10%. സോ നമ്മൾ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കുന്നു. അവിടുന്ന് 20% ഡിസ്കൗണ്ട്. സോ 80 ആണെന്ന് കിട്ടും. ക്ലിയർ. സോ എഗെയിൻ ഇവിടുന്ന് 25% ഇൻക്രീസ്. സോ 80 ഉള്ളത് 25% ഇൻക്രീസ് ആവുന്നു. സോ 80ൻ്റെ 25% നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? 80 25% ഫൈൻഡ് ചെയ്യാൻ 10% എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 20% എന്ന് പറഞ്ഞാൽ 8 + 8 16 ആണ്. എഗെയിൻ അതിൻ്റെ 5%ഓ 4 ആണ്. സോ ടോട്ടൽ 20 ആണ് ഇതിൻ്റെ 25% എന്ന് പറഞ്ഞാൽ 25% ഇൻക്രീസ് ആവുന്നു. അതായത് 20 യൂണിറ്റ് ഇൻക്രീസ് ആവുന്നു. 8 ഉള്ളത് 20 കൂടിയിട്ട് 100 ആവുന്നു. ക്ലിയർ. അപ്പോൾ 100%. ഇനിഷ്യലി എത്രയാണ്? 100 ഉണ്ടായി. ഇപ്പോഴും എത്രയാണ്? 100. സോ എന്താണ്? നെറ്റ് ചേഞ്ച് എന്താണ്? 0% ആണ്. നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് 0% ആണ്. ക്ലിയർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, എ പേഴ്സൺ ബോട്ട് എ കാർ ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ എത്രയാണ്? 3 lakh. If he incurred a loss of 20%, then how much did he spend to buy the car? So actually എന്താ ചെയ്തതെന്ന് വെച്ചാൽ എ പേഴ്സൺ ബോട്ട് എ കാർ, അതായത് ആദ്യം അയാൾ കാർ വാങ്ങി എന്നിട്ട് സെല് ചെയ്തു. എത്രയാണ്? 3 lakhന്. അപ്പോൾ ലോസ് സംഭവിച്ചത് എത്രയാണ്? 20% ആണ്. സോ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ടു ബൈ ദ കാർ? ഇനിഷ്യൽ കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ. ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 3 lakh ആണ്. ക്ലിയർ. 3 lakh ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? 20% ആണ് ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. ക്ലിയർ. അത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയാൽ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ. അതായത് ഇവിടെ ലോസ് ആണ് സംഭവിച്ചത്. അതായത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താ? ലോസ് ആണ് സംഭവിച്ചത്. സോ 20% ലോസ്. അപ്പോൾ 80 ആയിരിക്കാം സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 100, സെല്ലിംഗ് പ്രൈസ് 80. അങ്ങനെ ആകുമ്പോഴാണ് ലോസ് സംഭവിക്കാം. അപ്പോൾ ഈ 80 എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ 80 യൂണിറ്റ് നമ്മൾ അസ്യൂം ചെയ്തു. ആക്ച്വൽ 80ൻ്റെ വാല്യൂ എന്താണ്? 80ൻ്റെ ആക്ച്വൽ വാല്യൂ 3 lakh ആണ്. ക്ലിയർ. സെല്ലിംഗ് പ്രൈസ് 3 lakh ആണ്. ക്ലിയർ. അപ്പോൾ 80 യൂണിറ്റ് എന്ത് കിട്ടി? 80 യൂണിറ്റ് എന്ന് പറയുന്നത് 3 lakh ആണ്. അങ്ങനെ ആകുമ്പോൾ 100 യൂണിറ്റ്. സോ 3 lakh ഡിവൈഡ് ബൈ എന്താ? 80 ഇൻറ്റു 100. ക്ലിയർ. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഇതും ക്യാൻസലായി. ഇത് എത്ര വെച്ച് കട്ട് ചെയ്യാം? 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. 25. എഗെയിൻ ഇതും ക്യാൻസൽ ചെയ്യുന്നു. 15.
സോ എന്ത് കിട്ടും 15 × 25 എന്ത് കിട്ടി 0573. ക്ലിയർ? പിന്നെന്താ 3 0 ആണ്, അതായത് 375 പിന്നെ 3 0. ക്ലിയർ? 3,75,000 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഷോപ്പ് കീപ്പർ സെൽ ആൻ ആർട്ടിക്കിൾ എത്രയാണ് 40 റുപ്പീസിനാണ് സെൽ ചെയ്തത്. ക്ലിയർ? 40 റുപ്പീസിന് സെൽ ചെയ്തു ആൻഡ് ഗെറ്റ് X% പ്രോഫിറ്റ്. ഹൗവർ വെൻ ഹി സെൽ ഇറ്റ് അറ്റ് 20 റുപ്പീസ് ഹി ഫേസ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് ലോസ്. വാട്ട് ഈസ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ആർട്ടിക്കിൾ? അപ്പോൾ 18ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഇവിടെ കോസ്റ്റ് പ്രൈസ്, അതായത് എ ഷോപ്പ് കീപ്പർ, അതായത് പ്രോഫിറ്റ് നമ്മൾ ഇനിഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് പി ആയിട്ട് എടുക്കാം. കാരണം എക്സ് ആയിട്ട് എടുത്താൽ നമ്മളിവിടെ എക്സ് തന്നിട്ടുണ്ട്. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പി ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഷോപ്പ് കീപ്പർ സെല്ലാണ് ആർട്ടിക്കിൾ അറ്റ് ₹40. 40ക്കാണ് സെല്ല് ചെയ്തത്, 40 റുപ്പീസിന് സെല്ല് ചെയ്തു. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്, 40 റുപ്പീസിന് സെല്ല് ചെയ്തു ആൻഡ് ഗെറ്റ് X% പ്രോഫിറ്റ്. അതായത് ഇനിഷ്യൽ പ്രൈസ് പി ആണെങ്കിൽ, അതിൻ്റെ കൂടെ X% കൂടി. X% അല്ലേ പ്രോഫിറ്റ്? സോ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ X%. എന്തിൻ്റെ X%? ആ പിയുടെ X% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. ക്ലിയർ? അതായത് ഇവിടെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 40 റുപ്പീസിന് സെല്ല് ചെയ്തു, അങ്ങനെയാണെങ്കിൽ X% പ്രോഫിറ്റ് ആണ്. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പി ആയിട്ട് അസ്യൂം ചെയ്തു. ക്ലിയർ? അപ്പോൾ ആക്ച്വലി പി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു X% കൂടെ കൂട്ടണം. എന്തിൻ്റെ X% ആണ്? ആ പിയുടെ X%. ക്ലിയർ? അതായത് നമ്മളിപ്പോൾ 100 ഉണ്ട്, അപ്പോൾ അതിൻ്റെ 10% കൂടെ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്? 100ൻ്റെ 10% ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ 100 + 10 എന്താ 110 ആയിട്ട് കിട്ടും. ക്ലിയർ? അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതുപോലെ ഇവിടെ പി ആണ് ആക്ച്വൽ പ്രൈസ്, അപ്പോൾ അതിൻ്റെ X% കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് 40. പി പ്ലസ് X% ഓഫ് പി ചെയ്താൽ 40 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പി കോമൺ ആയിട്ട് എടുക്കാം. സോ എന്ത് കിട്ടും? 1 + X/100 ആണെന്ന് കിട്ടും, ഈക്വൽ ടു 40 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇത് ഫസ്റ്റ് കിട്ടി. സെക്കൻഡിന് എന്താ പറയുന്നത്? ഹൗവർ വെൻ ഹി സെൽസ് ഇറ്റ് അറ്റ് 20 റുപ്പീസ്, അതായത് 20 റുപ്പീസിന് സെല്ല് ചെയ്യുന്നു, ഹി ഫേസ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് ലോസ് ഉണ്ടാവുന്നു. അതായത് പിന്ന് സെയിം പെർസെൻറ്റേജ് ലോസ് ഉണ്ടാവുന്നു. അത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? പി ഉണ്ടായത് സെയിം പെർസെൻറ്റേജ് ലോസ് സംഭവിക്കുന്നു. സോ പി മൈനസ് X% ഓഫ് പി അല്ലേ? സെയിം പെർസെൻറ്റേജ് ലോസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പി മൈനസ് X% ഓഫ് പി. സോ ഇവിടുന്ന് നമ്മൾ പി കോമൺ ആയിട്ട് എടുത്താൽ പി ഇൻറ്റു 1 - X/100 ഈക്വൽ ടു 20 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് ഇത് രണ്ടും ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമ്മൾ ഈ രണ്ട് വാല്യൂ ഡിവൈഡ് ചെയ്താലോ? ഇത് ഫസ്റ്റത്തെ ഇക്വേഷൻ, മറ്റേത് സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, സെക്കൻഡ്. സോ ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡ് ബൈ സെക്കൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ പിയും ക്യാൻസൽ ആവും. ബാക്കി റിമൈനിങ് എന്താ ഉള്ളത്? 1 + X ഡിവൈഡ് ബൈ 100, അതുപോലെ 1 - X ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് 20 അല്ലേ? സോ 40/20 2 കിട്ടും. ക്ലിയർ? ഇനി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്താൽ, അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 100 + X കിട്ടും. ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? 100 + X. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. എന്താണ് ഇവിടെയുള്ള വാല്യൂ? എന്താണ് ന്യൂമറേറ്റർ? 1 + X/100 എന്ന് പറയുന്നത് 2, അതായത് ഈ കംപ്ലീറ്റ് വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ 2 ഇൻറ്റു ആദ്യം ബ്രാക്കറ്റിനകത്തും, ബ്രാക്കറ്റിന് പുറത്താണ് 2 ഉള്ളത്. സോ 2 ഇൻറ്റു 1 ചെയ്താൽ 2 കിട്ടും, മൈനസ് 2 ഇൻറ്റു X/100. സോ 2X/100. ക്ലിയർ? ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ ഒരു സൈഡിലാക്കുക, കോൺസ്റ്റൻറ്റ് വാല്യൂ ഒരു സൈഡിലാക്കുക. സോ ഈ വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടും? 3x കിട്ടും. 3x ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു ഇതിങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് കിട്ടും, 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ 3x ഈക്വൽ ടു എന്ത് കിട്ടും? 3x ഈക്വൽ ടു 3x, അതായത് 3x ഈക്വൽ ടു 100 കിട്ടും, x ഈക്വൽ ടു 100/3 കിട്ടും. ക്ലിയർ? ഇതാണ് ഇപ്പോൾ കിട്ടിയത്.
ഇനി ചോദിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ ആർട്ടിക്കിൾ. ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതെടുക്കാം, ഈ ഇക്വേഷൻ എടുക്കാം, അതിൽ എക്സിൻ്റെ വാല്യൂ കൊടുക്കാം, ബാക്കി പി മാത്രമല്ല നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ പി ഇൻറ്റു ഈ ഇക്വേഷൻ എടുക്കുന്നു, നമ്മൾ അതിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 + എന്താണ് എക്സിൻ്റെ വാല്യൂ 100/3. സോ 100/3 ഇൻറ്റു ഇവിടെ ഒരു 100 ഉണ്ട്. സോ 100/300 ഈക്വൽ ടു 40. ഇതാണ് കിട്ടുക. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. സോ ഇതെന്ത് കിട്ടും, പി ഇൻറ്റു 300 പ്ലസ്, അതായത് ഇത് എങ്ങനെ ചെയ്യുക, 1 + 100/300 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താ 300 പ്ലസ് ഇത് 400. ആദ്യം നമ്മൾ ഇതും ക്യാൻസൽ ചെയ്യുന്നു. സോ 3 + 1 4/3 കിട്ടും, ഈക്വൽ ടു 40 കിട്ടും. ക്ലിയർ. പി ഈക്വൽ ടു എന്താ 40/4 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, എത്ര കിട്ടും, ഇത് കട്ട് ചെയ്താൽ 10 × 3 30 ആണെന്ന് കിട്ടും. സോ പി ഈക്വൽ ടു എന്ത് കിട്ടി, 30 ആണെന്ന് കിട്ടും. പി ഈക്വൽ ടു 30 ആണ്. ക്ലിയർ. അപ്പോൾ ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് എന്താ നമ്മൾ ഇതുപോലെ സ്റ്റെപ്പ് എഴുതി ചെയ്യാറുണ്ട്, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ കാൽക്കുലേഷനും ആണ്. അടുത്ത 17 ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഗോപാൽ ബോട്ട് എ സെൽ ഫോൺ ആൻഡ് സോൾഡ് ഇറ്റ് ടു റാം. അപ്പോൾ അതേൾ ഗോപാൽ വാങ്ങി, എന്നിട്ട് ആർക്ക് കൊടുത്തു, റാമിന് കൊടുത്തു, അറ്റ് പ്രോഫിറ്റ് 10%. അപ്പോൾ ഗോപാൽ സെല്ല് ചെയ്തത് 10% പ്രോഫിറ്റിനാണ്. ക്ലിയർ. 10% പ്രോഫിറ്റിനാണ്. ദെൻ റാം വാണ്ടഡ് ടു സെൽ ഇറ്റ് ബാക്ക് ടു ഗോപാൽ അറ്റ് 10% ലോസ്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് സെല്ല് ചെയ്തത് 10% ലോസിനാണ്. ക്ലിയർ. 10% -10% ആണ് റാം ഗോപാലിന് സെല്ല് ചെയ്തത്. ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ഗോപാലിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ്, അതായത് ആ സെൽഫോണിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് 100 ആണെങ്കിൽ റാമിന് കൊടുത്തത് എത്രയായിരിക്കും, 110. കാരണം 10% പ്രോഫിറ്റ്. സോ 110-നാണ് റാമിനെ സെല്ല് ചെയ്തത്. ഇത് റാം, ഇത് ഗോപാൽ. സോ റാം എഗെയിൻ എന്തായി 10% ലോസ്. അപ്പോൾ ഇതിൻ്റെ 10% ലോസ്, 110-ൻ്റെ 10% എത്രയാണ്, 11 ആണ്. സോ ഇവിടുന്ന് 11 ലോസ് ആയാൽ, അതായത് 110 10% ലോസ് ആയാൽ നമുക്ക് എന്ത് കിട്ടും, 99 ആണെന്ന് കിട്ടില്ലേ, 99 ആണെന്ന് കിട്ടും. സോ റാം ഗോപാലിന് സെല്ല് ചെയ്തത് 99-നാണ്. ക്ലിയർ. അപ്പോൾ 100 റുപ്പീസ് ഉള്ള സാധനം എന്തായി, 110-ന് സെല്ല് ചെയ്തു, എഗെയിൻ എന്തായി 99 റുപ്പീസിന് അയാൾ പർച്ചേസ് ചെയ്തു. ക്ലിയർ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കിട്ടിയത് എത്രയാണ്, പ്രോഫിറ്റ് കിട്ടിയത് 1 റുപ്പീസ് അല്ലേ പ്രോഫിറ്റ് കിട്ടിയത്, 1 റുപ്പീസാണ് അയാൾക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടിയത്. ക്ലിയർ. അതായത് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് അയാൾ 100 റുപ്പീസാണ്. ക്ലിയർ. അത് 110-ന് സെല്ല് ചെയ്തു, എഗെയിൻ അത് എന്ത് ചെയ്തു 99 റുപ്പീസിന് അയാൾ വാങ്ങി. ക്ലിയർ. സോ 1/100 ആണ് പ്രോഫിറ്റ്. 1/100 ആണ് പ്രോഫിറ്റ്. ക്ലിയർ. 1/100 പ്രോഫിറ്റ്. സോ എത്ര കിട്ടും, 1%. അപ്പോൾ ഇൻറ്റു 100 ചെയ്താൽ 1% ആണ് പ്രോഫിറ്റ് കിട്ടുക, ഗെയിൻ കിട്ടുക. ക്ലിയർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a person allows a 10% discount for cash payment from the market price of a toy and still he make a 10% gain. What is the cost price of the toy which is marked? അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 770 ആണ്. ക്ലിയർ. അവിടുന്ന് എന്ത് ചെയ്യുന്നു, 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ക്ലിയർ. 10% ഡിസ്കൗണ്ട് കൊടുത്തു. സോ 770-ൻ്റെ 10% എത്രയാണ്, 77 ആണ്. സോ 770 - 77. സോ എന്ത് കിട്ടും, 693 ആണ് കിട്ടുക. സോ 693 ആണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. 10% പ്രോഫിറ്റ്, 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് സെല്ല് ചെയ്തത്. സോ അത് 693 ആണ്. ക്ലിയർ. ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട കോസ്റ്റ് പ്രൈസ് ആണ്, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ 10% നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ പറയുന്നത് എന്താ, മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, 10% ഗെയിൻ സംഭവിച്ചാണ് പറയുന്നത്. അതായത് സപ്പോസ് കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ 10% പ്രോഫിറ്റായിട്ട് 110-നാണ് ഇത് സെല്ല് ചെയ്യേണ്ടത്. ക്ലിയർ. 10% ആണ് ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 110-നാണ് സെല്ല് ചെയ്യേണ്ടത്. ക്ലിയർ. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്ത് എത്രയിനാണ്, 693. അപ്പോൾ ഈ 110 എന്ന് പറയുന്നത്
693 ആണ്. അങ്ങനെയാണെങ്കിൽ 100 കണ്ടുപിടിച്ചാൽ പോരെ. എങ്ങനെ 100 എന്ന് പറയുന്നത് 693 ഡിവൈഡ് ബൈ 110 ഇൻറ്റു 100. ക്ലിയർ? ഇതും ക്യാൻസലായി. ബാക്കി 11 വെച്ച് കട്ട് ചെയ്താൽ 6 3. സോ 630 ആണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് വരിക. 630 ആണ് കോസ്റ്റ് പ്രൈസ് വരിക. ആ 630ൻ്റെ എന്താ 10% നമുക്ക് എന്താ പ്രോഫിറ്റ് ആയിട്ട് ഉണ്ട്. സോ ആൻസർ എന്താ 630. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വർഷത്തെ CSAT എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 15 ആണ്. എന്താ എ കൗ കോസ്റ്റ് മോർ ദാൻ 4. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൗ എന്ന് പറയുന്നത് 4 ഗോട്ടിനേക്കാളും എന്താ മോർ ദാൻ 4 ഗോട്ട്സ്. അപ്പോൾ 4 ഗോട്ട്സിനേക്കാളും കൂടുതലാണ് കൗവിൻ്റെ കോസ്റ്റ്. സോ കൗവിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4 ഗോട്ട്സിനേക്കാളും കൂടുതലാണ്. അത് ഫസ്റ്റ് പറഞ്ഞു. ബട്ട് ലെസ് ദാൻ 5 ഗോട്ട്സ്. ലെസ് ദാൻ എന്താണ് 5 ഗോട്ട്സ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇഫ് ഗോട്ട് കോസ്റ്റ് ബിറ്റ്വീൻ, അപ്പോൾ ഗോട്ടിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 600 മുതൽ 800 വരെ ആവാം. അപ്പോൾ ഈ വാല്യൂവിൻ്റെ ഇടയിലുള്ള വാല്യൂ ആണ് എന്താ ഗോട്ടിനുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോസ്റ്റ് വാലിഡ് കൺക്ലൂഷൻ. അപ്പോൾ ഇതിലെ മോസ്റ്റ് വാലിഡ് കൺക്ലൂഷനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇങ്ങനെ വന്നാൽ സപ്പോസ്, അതായത് ഇവിടെ ഗോട്ടുണ്ട് എത്രയാ 600 മുതൽ 800 വരെ അതിൻ്റെ പ്രൈസ് ആവാം. സപ്പോസ് ഈ 4 ഗോട്ട് ഏറ്റവും ഇത് നോക്കി ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുക. അതായത് എന്താ 4 ഗോട്ട് ഗ്രേറ്റർ ദാൻ സി ആണ്, ഗ്രേറ്റർ ദാൻ, അതായത് ഇവിടെ കോസ്റ്റ് പ്രൈസ് അതായത് 4G ഗ്രേറ്റർ ദാൻ സി ഇതാണ് ലെസ് ദാൻ. ഓക്കെ, അതായത് ഇവിടെ ലെസ് ദാൻ ആണ്. ക്ലിയർ? 4G എന്ന് പറയുന്നത് 4 ഗോട്ട് എന്ന് പറയുന്നത് കൗവിനേക്കാളും കുറവാണ്. ക്ലിയർ? അതാണ് ഇവിടെ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ 600 ഒരു ഗോട്ടിൻ്റെ പ്രൈസ് 600 ആണെങ്കിൽ 4 ഗോട്ടിൻ്റെ പ്രൈസ് എത്രയായിരിക്കാം? 4 ഗോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 × 600 ദാറ്റ് ഈസ് 2400. ഇതായിരിക്കാം കോസ്റ്റിൻ്റെ എന്താ ഗോട്ടിൻ്റെ പ്രൈസ്. അതായത് 4 ഗോട്ടിൻ്റെ മിനിമം പ്രൈസ് എന്ന് പറയുന്നത് 1400. ക്ലിയർ? ഇനി ഇവിടുത്തെ ഈ മാക്സിമം പ്രൈസ് 5 ഗോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മാക്സിമം എത്ര 800 വരെ ഒരു ഗോട്ടിൻ്റെ പ്രൈസ് വരാം. സോ 5 ഗോട്ടിൻ്റെ പ്രൈസ് എത്രയാണ്? 800. സോ 4000 ആണ്. ഇവിടെ നമുക്ക് ഇവിടെ മാക്സിമം കിട്ടുന്ന വാല്യൂ 4000 ആണ്. ക്ലിയർ? അപ്പോൾ ഈ റേഞ്ചിലാണ് മാക്സിമം കിട്ടുക. നമുക്കറിയാം 4G, പിന്നെന്താ ഇവിടെ കൗ ആണ്, പിന്നെ 5G. ക്ലിയർ? അപ്പോൾ 2400 ആണ് ഏറ്റവും മിനിമം വാല്യൂ വരുന്നത്. 4000 ആണ് ഇവിടെ മാക്സിമം വാല്യൂ വരുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി എന്താ നമ്മൾ കൺക്ലൂഷൻ വായിക്കാം. 4G എന്ന് പറയുന്നത് ലെസ് ദാൻ എന്തിനേക്കാളും കുറവാണ്? 4G എന്ന് പറയുന്നത് ലെസ് ദാൻ സി ആണ്. ക്ലിയർ? സിനേക്കാളും കുറവാണ് 4G എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എ കൗ കോസ്റ്റ് മോർ ദാൻ എത്രയാ? ഒരു കൗവിൻ്റെ കോസ്റ്റ് മോർ ദാൻ 2500 ആണ്. അത് നമുക്ക് എന്താ ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷനാണ്, മോസ്റ്റ് വാലിഡ് കൺക്ലൂഷനാണ് പറയുന്നത്. ചിലപ്പോൾ ഇതാ 2400 മേലേക്കുള്ള വാല്യൂ കൗവിന് വരാം അല്ലേ? അതായത് 2500 ആവണമെന്നില്ല, 2410 ആവാം. ക്ലിയർ? അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ മോസ്റ്റ് വാലിഡ് കൺക്ലൂഷൻ അല്ല. ഈ കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റില്ല. സെക്കൻഡ് കൺക്ലൂഷൻ പറഞ്ഞാൽ എന്താ? എ കൗ കോസ്റ്റ് ലെസ് ദാൻ 3600. സോ ലെസ് ദാൻ 3600 ആണോ? ഇവിടെ എന്താ 4000 വരെ വരാം, 4000ൻ്റെ ഇടയിൽ വരാം. അതായത് 3999 വരെ നമുക്ക് വരാം. സോ ഇതും റോങ് ആണ്. സെക്കൻഡ്, എ കൗ കോസ്റ്റ് ബിറ്റ്വീൻ 2600 3800 അല്ലല്ലോ. ബിറ്റ്വീൻ എന്താ 2400 4000 ആണ്. ക്ലിയർ? അപ്പോൾ ഇതാ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരും. ക്ലിയർ? 2015 ചോദിച്ച ക്വസ്റ്റ്യനാണ്, സിമ്പിളാണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സോഹൻ വൈൽ സെല്ലിംഗ് 2 ഗോട്ട്സ് അറ്റ് ദ സെയിം പ്രൈസ്. അപ്പോൾ 2 ഗോട്ട്സ് സെയിം പ്രൈസ് ആണ്. അപ്പോൾ സോഹൻ സെല്ല് ചെയ്യുന്നത് 2 ഗോട്ട്സ് ആണ്. എന്താ 2 ഗോട്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ക്ലിയർ?
വൺ ഗോട്ട് ആൻഡ് സഫർ എ ലോസ് ഓഫ്, അതായത് ഒരു ഗോട്ടിന് പ്രോഫിറ്റ് 10%, മറ്റൊരു ഗോട്ടിന് ലോസ് 10% ആണ്. സപ്പോസ് ഫസ്റ്റ് ഗോട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് നമുക്കിവിടെ എഴുതാം ഫസ്റ്റ് ഗോട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? അവിടെ പ്രോഫിറ്റ് ആണ്, 10% പ്രോഫിറ്റ് ആണ്. സോ 110 ആണ് അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 110 ആണ് അവിടുത്തെ സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? അപ്പോൾ 110 ആണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ എന്താ, രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ഇതിൻ്റെയും 110 ആണ് സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? അപ്പോൾ സെക്കൻഡിൻ്റെ നമ്മൾ ഇത് ഫസ്റ്റിൻ്റെ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ഗോട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഗോട്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ, 10% ലോസ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10% ലോസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ 90% ആയിരിക്കും നമുക്ക് കിട്ടിയ 110 എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 110 / 90 × 100 അല്ലേ? സോ ഇതും ക്യാൻസലായി. ബാക്കി എന്താ, 1100 / 9. ഇതായിരിക്കും ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1100 / 9. ക്ലിയർ? ഇതാണ് കോസ്റ്റ് പ്രൈസ് വന്നത്. സോ ഇവിടെ നമുക്ക് എന്താ, 2 കോസ്റ്റ് പ്രൈസും 2 സെല്ലിംഗ് പ്രൈസും ആഡ് ചെയ്യണം. അതായത് നമുക്ക് എന്താ, ടോട്ടലാണ് പറയേണ്ടത്. ടോട്ടൽ എന്ത് ചെയ്തു? ഇവിടെ ഹി മേക്സ് നോക്കിയേ, ഇവിടെ നോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. സെക്കൻഡിൽ എന്താ, 1% പ്രോഫിറ്റ്. തേർഡിൽ ലോസ് ഉണ്ടായെന്ന് പറയുന്നു. സോ നമുക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സോ കോസ്റ്റ് പ്രൈസ്, ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്താ, ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫസ്റ്റത്തെ 100 ആണ്, സെക്കൻഡ് ഈ വാല്യൂ ആണ്. സോ 100 + 1100 / 9. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ 900. സോ 2000 / 9 ആണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടുക. ഇനി ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 220 ആണ്. ക്ലിയർ? സോ ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എന്താ, പ്രോഫിറ്റായി കിട്ടുക. സോ നമുക്ക് 220 സെല്ലിംഗ് പ്രൈസ് നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്ത് നോക്കാം. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് / എന്താ, കോസ്റ്റ് പ്രൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. ക്ലിയർ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് / കോസ്റ്റ് പ്രൈസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എന്താ, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എന്ത് കിട്ടും? 1800 മൈനസ് 2000. ക്ലിയർ? / 9 ആണ് വരിക. ഇവിടെ 9 വരും. ആ 9 രണ്ടും ക്യാൻസലായി. സോ / 2000 മാത്രം. സോ ഇവിടെ നമുക്ക് കിട്ടുക എന്താ, -20 / 2000. പിന്നെ പെർസെൻറ്റേജിലാക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു 100 കൂടി ഇടണം. സോ ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി. സോ എന്താ, -1% എന്ന് കിട്ടും. ഈ -1% എന്ന് പറഞ്ഞാൽ ലോസ് ആണ് ഉണ്ടാവുക. സോ 1% ലോസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ എന്താണ്, ഈ സഫേഴ്സ് എ ലോസ് ഓഫ് 1%. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് കറക്റ്റായി കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോപ്പ് ഓണർ ഓഫർ എ ഫോളോയിങ് ഡിസ്കൗണ്ട് ഓപ്ഷൻസ് ഓൺ ദ ആർട്ടിക്കിൾ ടു എ കസ്റ്റമർ. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഡിസ്കൗണ്ടാണ് എന്താ, ഷോപ്പ് ഓണർ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. സോ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ എന്താ, 1 only is the ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതിലേത് ഡിസ്കൗണ്ട് ഓപ്ഷനാണ് നമുക്ക് ബെസ്റ്റ് എന്ന് നോക്കണം. സോ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10%, 20%. അപ്പോൾ ആദ്യം 10%, അതായത് ഇപ്പോൾ എക്സാമ്പിൾ 100 ഉണ്ടെങ്കിൽ അതിൻ്റെ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. സോ 10% ഡിസ്കൗണ്ട് കൊടുത്താൽ എത്രയാണ്? 90 കിട്ടും. എഗെയിൻ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. സോ -20. 90 × 20% എത്രയാണ്? 18 ആണ്. സോ 72 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടാക്സ് പേ ചെയ്യുന്നു. എന്നിട്ട് 10% ടാക്സ് പേ ചെയ്യുന്നു. അപ്പോൾ അതും എന്താണ്, ഒരു ഡിസ്കൗണ്ട് പോലെ. അത് എന്താ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന പോലെ തന്നെയല്ലേ. അപ്പോൾ 72 ഉള്ളത് എഗെയിൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ക്ലിയർ? ഡിസ്കൗണ്ട് അല്ല, ടാക്സ് കൊടുക്കുന്നു. ഇതിൻ്റെ 10% ടാക്സ്. ഇതിൻ്റെ 10% എത്രയാണ്? 7.2 ആണ് ഇതിൻ്റെ 10%. സോ 72 - 7.2. സോ 64.8 ആണ് കിട്ടുക. സോ 100 ഉള്ളത് 64.8 ആയി. ക്ലിയർ?
ഇതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. സെക്കൻഡ് നോക്കാം. നമ്മളിത് 3 ഓപ്ഷനും നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയാം സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് ആദ്യം 20%. സോ 100 ഉള്ളത് 20% കൊടുക്കുന്നു, ഡിസ്കൗണ്ട് ആണ്. സോ 80 ആയി മാറി. എഗെയിൻ 10%. അപ്പോൾ 80ൻ്റെ 10% എന്താണ്? 8 ഡിസ്കൗണ്ട് 8 റെഡ്യൂസ് ചെയ്യുന്നു. സോ 72 ആയി മാറി. എഗെയിൻ ഇതിൻ്റെ ടാക്സ് എത്ര? ടാക്സ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം അല്ലേ? ടാക്സ് 10% ആണ്. സോ ടാക്സ് കൊടുക്കുമ്പോൾ 10% കുറച്ചാൽ 64.8 കിട്ടി. ക്ലിയർ? ഇനി തേർഡ് നോക്കിയാൽ എന്താണ്? പേ എ ടാക്സ് ഓഫ് 10% ഫസ്റ്റ്. ടാക്സ് ഓഫ് 10% ഫസ്റ്റ്. ആദ്യം ടാക്സ് കൊടുക്കുന്നു. നമ്മൾ ഇതുവരെ ചെയ്തത് ലാസ്റ്റാണ് ടാക്സ് കൊടുത്തത്. പക്ഷേ ഇവിടെ എന്താ? ഫസ്റ്റ് തന്നെ ടാക്സ് കൊടുക്കുന്നു. സോ 100 ഉള്ളത് 10% ടാക്സ് കൊടുക്കുന്നു. റിമൈനിങ് എത്രയാണ്? 90. ക്ലിയർ? 90. ദെൻ എന്ത് ചെയ്യുന്നു? സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് എത്രയാണ്? 20%. എഗെയിൻ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 18 ഡിസ്കൗണ്ട്. സോ 72. എഗെയിൻ എന്താ? 10% ഡിസ്കൗണ്ട്. ക്ലിയർ? അപ്പോൾ എന്തായി? 64.8. സോ ഈ 3 കേസിലും സെയിം ആണ്. 3 കേസും സെയിം ആണ്. സോ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഡി ആണ്. ഓൾ ദ ഓപ്ഷൻസ് ആർ ഈക്വലി ഗുഡ് ഫോർ ദ കസ്റ്റമർ. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സോ എല്ലാ ഓപ്ഷനും സെയിം അല്ലേ? ഇവിടെ എന്താ ഓപ്ഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? എല്ലാം നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടുക? 64.8 തന്നെയാണ് കിട്ടുക. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ 5 ഫ്രണ്ട്സ് PQXYZ purchased some notebook. The relevant information is given below. അപ്പോൾ ഈ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ഈച്ച് നോട്ട്ബുക്ക് ഈസ് പ്രൈസ്ഡ് 40 ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? അപ്പോൾ 40 ആണ് അതിൻ്റെ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പറയുന്നത് സെഡ് പർച്ചേസ്ഡ് 8 നോട്ട്ബുക്ക് മോർ ദാൻ എക്സ്. സോ സെഡ് പർച്ചേസ്ഡ് 8 നോട്ട്ബുക്ക് മോർ ദാൻ എക്സ് ആണ് പറയുന്നത്. സോ സെഡ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. ക്ലിയർ? സെക്കൻഡ് പറയുന്നു പി ആൻഡ് ക്യൂ ടുഗദർ പർച്ചേസ് 21 നോട്ട്സ്. സോ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 21 നോട്ട്സ് പർച്ചേസ് ചെയ്തു. തേർഡ് പറയുന്നത് എന്താണ്? ക്യൂ പർച്ചേസ് 5 നോട്ട്സ് ലെസ് ദാൻ പി. ക്യൂ പർച്ചേസ് 5 നോട്ട് ലെസ് ദാൻ പി ആണ്. അപ്പോൾ പി ആണ് കൂടുതൽ. സോ പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. ക്ലിയർ? ഇനി നമ്മൾ നോക്കിയ ഈ 2 ഇക്വേഷൻ, അതായത് ഫസ്റ്റത്തെ എന്താണ്? പി പ്ലസ് ക്യൂ ഈക്വൽ ടു 21. സെക്കൻഡ് എന്താ? പി മൈനസ് ക്യൂ ഈക്വൽ ടു 5. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 2p എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2p എന്ന് പറയുന്നത് 16 ആണെന്ന് കിട്ടില്ലേ? p എന്ന് പറയുന്നത് 2p എന്ന് പറയുന്നത് നമ്മളെന്തോ മൈനസ് അല്ല, നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ p കിട്ടണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എന്താ? ഇത് ആഡ് ചെയ്യുമ്പോൾ 2p എന്ന് പറയുന്നത് എന്ത് കിട്ടും? 26 ആണെന്ന് കിട്ടും. സോ ഇവിടെ p എന്ന് പറയുന്നത് എന്ത് കിട്ടും? 13 ആണെന്ന് കിട്ടും. ക്ലിയർ? ആഡ് ചെയ്താൽ നമുക്ക് p കിട്ടും, സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് q കിട്ടും. സോ നമ്മൾ ആഡ് ചെയ്തു. 2p എന്ന് പറയുന്നത് 26. സോ p എന്ന് പറയുന്നത് 13 ആണെന്ന് കിട്ടി. സോ p 13 കിട്ടിയാൽ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ q എന്ത് കിട്ടും? q റിമൈനിങ് എന്താണ്? 8 ആണെന്ന് കിട്ടും. ക്ലിയർ? q എന്ന് പറയുന്നത് 8 ആണ്. സോ pൻ്റെ വാല്യൂ കിട്ടി, qൻ്റെ വാല്യൂ കിട്ടി. ക്ലിയർ? p എന്ന് പറയുന്നത് 13 ആണ്, q എന്ന് പറയുന്നത് 8 ആണ്. ഈ 2 വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. എക്സ് ആൻഡ് വൈ ടുഗദർ പർച്ചേസ് 28. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. ക്ലിയർ? ഇതാണ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഫിഫ്ത്ത് നോക്കിയേ. പി പർച്ചേസ് 5 നോട്ട്ബുക്ക് മോർ ദാൻ എക്സ്. സോ പി പർച്ചേസ് പി എന്ന് പറയുന്നത് 5 നോട്ട്ബുക്ക് മോർ ദാൻ എക്സ് എന്ന് പറയുന്നു. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. എന്താണ്? ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തു. പി എന്ന് പറയുന്നത് 13 ആണ്. ക്ലിയർ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 13 മൈനസ് 5 ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 13 മൈനസ് 5 ഈക്വൽ ടു 8 ആണെന്ന് കിട്ടും. ക്ലിയർ? എക്സിൻ്റെ വാല്യൂ 8 ആണെന്ന് കിട്ടി. സോ എക്സിൻ്റെ വാല്യൂ 8 ആണെന്ന് കിട്ടിയാൽ നമ്മളത് ഇവിടെ എക്സിന് 8 കൊടുക്കുന്നു. സോ വൈ എന്ത് കിട്ടും? വൈ ഈക്വൽ ടു 28 മൈനസ് 8. സോ വൈ ഈക്വൽ ടു 20 ആണെന്ന് കിട്ടും. ക്ലിയർ? സോ വൈൻ്റെ വാല്യൂ 20 കിട്ടി. ഇനി നോക്കിയേ, എക്സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി എത്രയാണ് കിട്ടിയത്? 8 ആണ് കിട്ടിയത്. സോ സെഡ് ഈക്വൽ ടു 8 പ്ലസ് 8. സോ സെഡ് എന്ന് പറയുന്നത് 16 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയും കിട്ടി. നമ്മളിപ്പോൾ എന്താ 5 ഫ്രണ്ട്സിൻ്റെയും
എന്താ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് അവർ വാങ്ങിയത് ഫൈൻഡ് ചെയ്തു. സോ ഇഫ് ഈച്ച് ബുക്ക് നോട്ട്ബുക്ക് ഈസ് പ്രൈസ്ഡ് 40, ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓൾ ദ ബുക്സ്. സോ ടോട്ടൽ എത്ര ബുക്കാണ് അവർ വാങ്ങിയത്, ഇതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 65 ആണെന്ന് കിട്ടും. സോ ടോട്ടൽ 65 ബുക്സാണ് അവർ വാങ്ങിയത്. ഈച്ച് ബുക്കിന് എത്രയാണ്? 40 റുപ്പീസാണ്. സോ സിമ്പിൾ അല്ലേ? എത്ര കിട്ടും? 2600. ക്ലിയർ? 2600 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ബൈസ് 3 ആർട്ടിക്കിൾ PQR. അപ്പോൾ PQR ബൈ ചെയ്തു. ഇതാണ് PQR. സോ ടോട്ടൽ എത്രയാണ്? 3330 ആണ്. ഇഫ് P കോസ്റ്റ് 25% മോർ ദാൻ, അതായത് ഇവിടെ പറയുന്നത് 25% മോർ ദാൻ. സോ നമുക്കറിയാം 25% എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1/4 ആണ്. സോ ഇപ്പോൾ 4 ഉണ്ടായത് 25, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് 4 ഉണ്ടായത് 25% ഇൻക്രീസ് ചെയ്താൽ 5 ആവും. 4 ഉള്ളത് 1 ഇൻക്രീസ് ചെയ്ത് 5 ആയി. ഇതാണ് മീൻ ചെയ്യുന്നത്. 25% ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 25% നമ്മൾ 1/4 എഴുതാം. സോ 4 ഉള്ളത് 5 ആവും. അതാണ് 25% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ 25% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താവും? 4 ഉള്ളത് 1 ഡിക്രീസ് ആയി 3 ആവും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? പീസ് കോസ്റ്റ് 25% മോർ ദാൻ ആർ. പി എന്ന് പറയുന്നത് 25% മോർ ദാൻ ആർ ആണ്. സോ ആറിൻ്റെത് 4 ആണെങ്കിൽ പിൻ്റെത് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ആർ കോസ്റ്റ് 20% മോർ ദാൻ ക്യൂ. അപ്പോൾ ഇവിടെ 20% ആണ്. സോ 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. സോ 20% മോർ ദാൻ, അപ്പോൾ 5 ഉള്ളത് 6 ആവും. ഇനി 20% ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ 5 ഉള്ളത് 4 ആവും. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ആർക്കാണ് കൂടുതൽ? ഇവിടെ ആർ കോസ്റ്റ് 20% മോർ ദാൻ ക്യൂ. സോ ക്യൂ എത്രയാണ്? 5 ആണെങ്കിൽ ആർ 6 ആയിരിക്കും. ക്ലിയർ? ഈ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ കോമൺ ആയിട്ട് വന്നത് ആർക്കാണ്? കോമൺ ആയിട്ട് വന്നത് ആറിനാണ് കോമൺ ആയിട്ട് വന്നത്. സോ ഇതിൻ്റെ രണ്ടും നമ്മൾ സെയിം വാല്യൂ ആക്കിയാൽ നമ്മൾ എന്താ? റേഷ്യോ നമ്മൾ ക്ലാസ് പഠിച്ചല്ലേ? സോ റേഷ്യോ രണ്ടും സെയിം ആക്കണം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ 3 എണ്ണത്തിൻ്റെ നമ്മൾ ഒരുമിച്ച് എഴുതാൻ പറ്റും. സോ നമുക്കിതിൻ്റെ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ രണ്ടും 12 ആവും. അങ്ങനെയാണെങ്കിൽ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 2 ആണെങ്കിൽ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ടോട്ടൽ നമുക്ക് പി എന്ന് പറയുന്നത് ഇവിടെ 15, ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10, ആർ എന്ന് പറയുന്നത് 12. ഇതാണ് ടോട്ടൽ റേഷ്യോ കിട്ടുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ ഇവരുടെ 3 പേരുടെയും കൂടിയിട്ട് എത്ര കിട്ടി? ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ 37. എ പേഴ്സൺ ബൈസ് 3 ആർട്ടിക്കിൾ ഉള്ള റേഷ്യോ ഇതാണ്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 37 ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 37 ആണ്. ക്ലിയർ? അപ്പോൾ ഓരോ ആൾക്കാരുടെയും ഇപ്പോൾ ആദ്യത്തെ പിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 15 യൂണിറ്റ് ആണ്, ക്യൂവിൻ്റെ 10 യൂണിറ്റ് ആണ്, ആറിൻ്റെ 12 യൂണിറ്റ് ആണ്. സോ ടോട്ടൽ 37 യൂണിറ്റ് ആണ് പ്രൈസ്. ആ 37 എന്ന് പറയുന്നത് 3330 ആണ്. ഇവിടെ ചോദിച്ചിട്ടില്ല എന്താ? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് പിൻ്റെ എത്രയാണ്? 15 യൂണിറ്റ് ആണ് പിൻ്റെ കോസ്റ്റ്. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 3330 ഡിവൈഡ് ബൈ 37 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 50 യൂണിറ്റ് എന്താണ്? 50 യൂണിറ്റ് എന്ന് പറയുന്നത് 3330 ഡിവൈഡ് ബൈ 37 ഇൻറ്റു 15. ക്ലിയർ? ഇതാണ് കിട്ടുക. സോ ഇതെങ്ങനെ കട്ട് ചെയ്യാം? ഇത് ഇൻറ്റു 9 ആണ് 333. സോ 90 ഇൻറ്റു 15 എന്ത് കിട്ടും? 90 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 1350. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1350 ആണ് കിട്ടുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ എന്താ? ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 6 മാംഗോ ആൻഡ് 8 ആപ്പിൾ ഈസ് ഈക്വൽ ടു ട്വൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച് 2 മാംഗോ ആൻഡ് 5 ആപ്പിൾ. സോ നമ്മൾ ഇവിടെ തന്നത് അതുപോലെ എഴുതാം. എന്താണ്? 4 ഓറഞ്ച്, അല്ലെങ്കിൽ ഇവിടെ എഴുതാം എന്താണ്? ടോട്ടൽ എന്താണ്? 4 ഓറഞ്ച്. ക്ലിയർ? പ്ലസ് 6 മാംഗോ പ്ലസ് 8 ആപ്പിൾ
ക്ലിയർ? അതിൻ്റെ കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റ്, ഈ ഓറഞ്ചിൻ്റെ കോസ്റ്റ് നമ്മൾ ഒ ആയിട്ട് എടുത്തു, മാംഗോൻ്റെ കോസ്റ്റ് എം ആയിട്ട് എടുത്തു, ആപ്പിളിൻ്റെ കോസ്റ്റ് എ ആയിട്ട് എടുത്തു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 4 ഓറഞ്ചിന് 4 ഇൻറ്റു ഒ, 4 ഇൻറ്റു ഒ, 6 ആപ്പിൾ മാംഗോന് 6 ഇൻറ്റു എം, 8 ആപ്പിളിന് 8 ഇൻറ്റു എ. ക്ലിയർ? അതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ട്വൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച്. അപ്പോൾ 1 ഇൻറ്റു ഒ പ്ലസ് 2 മാംഗോ. ക്ലിയർ? 2 ഇൻറ്റു എം പ്ലസ് 5 ആപ്പിൾ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. സോ ഇത് സിംപ്ലിഫൈ ചെയ്താലോ, ഇവിടെ എന്താ നമ്മൾ 2o കിട്ടും പ്ലസ് 4m പ്ലസ് 10a. ക്ലിയർ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2o ഇവിടെ 4o. സോ o ഇങ്ങോട്ട് വന്നാൽ നമുക്ക് എന്ത് കിട്ടും? 2o ആയിട്ട് കിട്ടും. ക്ലിയർ? 2o പ്ലസ് 6m ഇവിടെ 4m. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? 6m 4m. അപ്പോൾ 4m ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 2m ആയിട്ട് കിട്ടും. ക്ലിയർ? ഈക്വൽ ടു ഇവിടെ 10a 8a. സോ 8a നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ അവിടെ എന്ത് കിട്ടും? 2a എന്ന് കിട്ടും. സോ ആക്ച്വലി നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ 2 കോമൺ എടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 കോമൺ എടുത്താൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. സോ ഓറഞ്ച് പ്ലസ് മാംഗോ, ഓറഞ്ചിൻ്റെയും മാംഗോൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ പ്രൈസിന് ഈക്വൽ ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. ക്ലിയർ? ഇതാണ് നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ക്വസ്റ്റിൽ പറയുന്നത് എന്താണ്? ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 3 ഓറഞ്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതായത് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സപ്പോസ് ഇത് 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 2 ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തു, അങ്ങനെ എടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയേ, ടോട്ടൽ കോസ്റ്റ് ഓഫ് 3 ഓറഞ്ച്. അപ്പോൾ 3 ഓറഞ്ച് എത്രയാണ്? 1 ഓറഞ്ചിൻ്റെ 1 ആണ്, 3 ഓറഞ്ചിൻ്റെ 3 ആയിരിക്കും. ക്ലിയർ? പ്ലസ് 5 മാംഗോന് എത്രയാണ്? 1 ആണ്. സോ 5 മാംഗോന് 5 റുപ്പീസ് ആണ്. ക്ലിയർ? പ്ലസ് 9 ആപ്പിൾ എത്രയാണ്? ആപ്പിളിന് 2 ആണ്. സോ 9 ആപ്പിളിനാവുമ്പോൾ 18 വരും. ക്ലിയർ? എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് ഓഫ് 4 ഓറഞ്ച് 4 റുപ്പീസ് ആണ്. പ്ലസ് 6 മാംഗോ 1 റുപ്പീസ് ആണ്. സോ 6 മാംഗോ 6 റുപ്പീസ് ആണ്. പ്ലസ് 8 ആപ്പിളിന് 2 റുപ്പീസ് ആണ്. സോ 8 ആപ്പിളിന് 16 റുപ്പീസ് ആണ്. ക്ലിയർ? സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8ഉം 26 കിട്ടും. ഇവിടെയോ 10ഉം 26. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് കറക്റ്റാണ്. റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയല്ലോ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ എന്താ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സെക്കൻഡിൽ എന്താ പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 ഓറഞ്ച്. സോ 1 ഓറഞ്ച് പ്ലസ് ആൻഡ് 1 മാംഗോ എന്ന് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 1 ആപ്പിൾ. സോ അത് നമുക്കിവിടെ കിട്ടിയല്ലോ. 1 ഓറഞ്ച് പ്ലസ് മാംഗോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ആപ്പിൾ എന്ന് നമുക്ക് അവിടെ കിട്ടി. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ബോത്ത് എന്താ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ബോത്ത് ആണ് കറക്റ്റ്. ഫസ്റ്റത്തെ നമ്മൾ എന്തായി? നമ്മൾ 1 എന്ന വാല്യൂ ഇട്ടതും 1ഉം 2ഉം കിട്ടി. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ 26 ഈക്വൽ ടു 26. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് ആകുമ്പോൾ എന്താ? നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓറഞ്ച് പ്ലസ് മാംഗോ ഈക്വൽ ടു ആപ്പിൾ ആണ് കിട്ടിയത്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എന്താ? സി ആണ്. ബോത്ത് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ബുക്ക് സെല്ലർ സോൾഡ് എ നമ്പർ ഓഫ് ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് ആൻഡ്, അതായത് ഇവിടെ പറയുന്നത് ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ₹X. അതായത് എ ബുക്ക് സെല്ലർ സോൾഡ് എ നമ്പർ ഓഫ്, അതായത് നമ്പർ എന്ന് പറയുന്നത് ജോഗ്രഫീൻ്റെ നമ്പർ എന്ന് പറയുന്നത് എ ആണ്. അതിൻ്റെ പ്രൈസ് റേറ്റ് എന്ന് പറയുന്നത് X ആണ്. സോ ടോട്ടൽ അപ്പോൾ എത്രയായിരിക്കും? A ഇൻറ്റു X ആയിരിക്കും അതിൻ്റെ ടോട്ടൽ പ്രൈസ്. ബുക്സിന് X റുപ്പീസ്. സോ A ഇൻറ്റു X ആണ് അതിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയാം. അതുപോലെ A+2 നമ്പർ ഓഫ് ഹിസ്റ്ററി ബുക്ക്. അപ്പോൾ ഹിസ്റ്ററി ബുക്ക് എത്രയാണ്? A+2 ആണ്. A+2 ഹിസ്റ്ററി ബുക്ക് ഉണ്ട്. ആൻഡ് റേറ്റ് എന്ന് പറയുന്നത് X+2 ആണ്. അപ്പോൾ X+2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ റേറ്റ് കിട്ടും. ക്ലിയർ? അതുപോലെ മാത്തമാറ്റിക്സ് ബുക്ക് എത്രയാണ്? A-2 ആണ്. അത്രയും ബുക്സ് ഉണ്ട്. റേറ്റ് എന്ന് പറയുന്നത് X-2 ആണ്. ക്ലിയർ? ഇതാണ് റേറ്റ്. വാട്ട് ഈസ് ദ ടോട്ടൽ സെയിൽ ഇൻ റുപ്പീസ്? അപ്പോൾ ടോട്ടൽ സെയിൽ എത്രയാണ് എന്നാണ് പറയുന്നത്. സോ നമ്മളെന്താ ചെയ്യേണ്ടത്? അതായത് ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ എന്താണ് ഇത്?
ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്, എല്ലാത്തിൻ്റെയും സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടി. സോ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സോ 2018 ചോദിച്ച സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആദ്യത്തെ എന്താണ്? AX ആണ്, ജോഗ്രഫിക്ക് AX ആണ്. ക്ലിയർ? സെക്കൻഡ് പ്ലസ് അതിൻ്റെ കൂടെ ഹിസ്റ്ററീൻ്റെ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യം ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. സോ AX കിട്ടും. ക്ലിയർ? പ്ലസ് സെക്കൻഡ് ഏതാ? ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2A കിട്ടും. പ്ലസ് നെക്സ്റ്റ് ഇതും മൾട്ടിപ്ലൈ ചെയ്യാം, 2x. ലാസ്റ്റ് എന്താ? 2ഉം ഇതും മൾട്ടിപ്ലൈ ചെയ്യാം, 4. ക്ലിയർ? ഇതാണ് നമ്മുടെ സെക്കൻഡിൻ്റെ പ്രൈസ് കിട്ടുക. പ്ലസ് നെക്സ്റ്റ് എന്താ? Aയും Xും ചെയ്താൽ AX കിട്ടും. Aയും -2ഉം ചെയ്താൽ -2x കിട്ടും. -2xും ഇത് ചെയ്താൽ -2x. -2 -2 +4 കിട്ടും. ക്ലിയർ? ഇതാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുക. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഒരു 2x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്. ക്ലിയർ? അത് കട്ട് ചെയ്തു. നെക്സ്റ്റ് എന്താണ് കട്ട് ചെയ്യാൻ പറ്റുക? 2A കട്ട് ചെയ്യാൻ പറ്റില്ല. സോ 2xും കട്ട് ചെയ്തു. സോ ഇതെന്താണ്? നമുക്കിവിടെ 2A അല്ല കിട്ടുക. അതായത് ഇത് ആദ്യത്തെ 2A ആണ്, ഇത് 2A ആണ്. ക്ലിയർ? ഇത് 2A, ഇതാണ് 2x. സോ ഇതും ക്യാൻസൽ ആയി. ക്ലിയർ? സോ റിമൈനിങ് എന്തൊക്കെയാണ് ഉള്ളത്? റിമൈനിങ് ഉള്ളത് ടോട്ടൽ ഇതാ 1 2 3. സോ ടോട്ടൽ 3AX ഉണ്ട്. ക്ലിയർ? പിന്നെന്താ ഉള്ളത്? ഇവിടെ 2Aയും ഈ 2Aയും ക്യാൻസലായി. ക്ലിയർ? റിമൈനിങ് 8 ഉണ്ട്. സോറി, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. സോ ടോട്ടൽ 8 ഉണ്ട്. ക്ലിയർ? ഇത്രയും വാല്യൂസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. 3AX + 8. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ 2014 മുതൽ നമ്മൾ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ ഏതാണ്ട് എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.